സോ ഗായ്സ് അനഗെയിൻ നമ്മൾ വന്നേക്കാണ് നമ്മുടെ സാൻ ആൻഡ്രിയാസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഗൈസ്. അപ്പം നമ്മൾ ഇനി നമ്മുടെ മിഷൻസൊക്കെ ഒന്ന് കളിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഏത് മിഷനിലായിരുന്നു കളിച്ച് നിർത്തിയെന്ന് ഞാൻ ഓർക്കണില്ല. സിസറിൻ്റെ മിഷനിലായിരുന്നു ഗൈസ് കളിച്ച് നിർത്തി. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് കളിക്കാൻ പോകണം. പിന്നെ ഫ്രീ ഫയറിൻ്റെ ഗെയിം പ്ലേ നമ്മളിടും. അപ്പോൾ അതും കാണണം ഇതും കാണണം ഗൈസ്. സാൻ ആൻഡ്രിയാസ് ഗെയിമല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ മിഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മിഷൻസ് അറിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ കഥ അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ, പക്ഷേ കഥ അറിഞ്ഞ് കാണണം. അതായത് ഗെയിമിൻ്റെ നടക്കണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിനകത്ത് ഈ എന്താണ് ഗൺ ഫൈറ്റൊക്കെ ഇല്ലേ, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് നമ്മളിടും. അത് നിങ്ങൾ കുറേ പേര് കാണുന്നുണ്ട്, കമൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നവർക്കും കമൻറ്റ് ചെയ്യണവർക്കൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സാൻ ആൻഡ്രിയാസിൻ്റെ കണ്ടു നോക്കുക ഗൈസ്, അടിപൊളിയാണ്. നമ്മളിപ്പോൾ പോണത് ബിഗ് സ്മോക്കിൻ്റെ അടുത്തേക്കാണ്. ഒരു കാറ് നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് പുള്ളിക്കാരൻ നമ്മൾ വിളിച്ചായിരുന്നു, അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഇനി അങ്ങോട്ട് ചെന്നിട്ട് എന്താണെന്ന് നോക്കണം കേസ്. ഇതാണ് പുള്ളിയുടെ വീട്, അറിയാലോ. ഈ ഗെയിം കളിച്ച് തീർത്തവർ കുറേ പേരുണ്ട്, എനിക്കറിയാം. ഞാൻ ഈ ഗെയിം ഒരു തവണ സത്യം പറഞ്ഞാൽ കളിച്ച് തീർത്തതാണ്. ഒന്നല്ല 2 തവണ കളിച്ച് തീർത്തതെന്ന് തോന്നുന്നു. ഇല്ല, രണ്ടാമത്തെ തവണ പകുതിയെ കളിച്ച് തീർത്തുള്ളൂ. ഒന്നാമത്തെ തവണ ഫുള്ള് കളിച്ച് തീർത്തായിരുന്നു. ഓക്കെ, സ്മോക്കിൻ്റെ വീട്. ഇങ്ങേർക്ക് തന്നെയാണ് ഈ ഇവിടെ കാര്യം. ഇയാളെന്തിനാ സ്മോക്കിൻ്റെ വീഡിയോ തന്നെ? ഇയാളെ മനസ്സിലായോ? നമ്മളെ തുടക്കത്തിൽ കൊണ്ട് കാറിനകത്ത് നിന്ന് എടുത്ത് തരുന്നില്ലേ, അയാളാണിത്. ഓക്കെ, പുള്ളീനെ ഒറ്റയ്ക്ക് വിടണമെന്നാണ് പറയണത് ഇവന്മാർ. പുള്ളിയുടെ എന്തോ ചോദിച്ചു, പക്ഷെ പുള്ളിയൊന്നും പറഞ്ഞില്ല. ബിഗ് സ്മോക്ക്. My cousin is coming in town from Mexico. I got to go scoop her up. All right, then. Come on. സ്മോക്ക് പറഞ്ഞെന്നാന്ന് വെച്ചാൽ ഇങ്ങേറെ ഏതൊരു കസിൻ മെക്സിക്കോയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങേര് ഭയങ്കര സ്ട്രിക്റ്റാണ് ഗൈസ്. അപ്പോൾ ഈ പറഞ്ഞ ഈ കസിൻ വാഗോസ് ഗ്യാങ്ങിലുള്ള ആളാണ്. അപ്പോൾ അവനെ തീർക്കാനായിട്ടാണ് നമ്മളീ പോണത്. പുള്ളി വാഗോസ് ഗ്യാങ്ങിലുള്ളത് കൊണ്ട് തന്നെ സ്മോക്കിന് പുള്ളീന് ഇഷ്ടമല്ല. സ്മോക്കിന് ഗ്യാങ്ങാണ് വലുത്. നമ്മളിപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകണം ഗൈസ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. Okay, my cousin Mary's in there. Sweet, sticky, bud fresh off the plantation. Here, pull up here. Let me do the talking. Man, I should've known. Hey, excuse me, Jose. Yo soy El Grande Smokey, cabron. What? Now that ain't nice. Coffee, up El Guido before I blow your brains out all over the patio. Chinga tu madre, pendejo. Oh, man, let me get the heat. Fuck this, man. Fuck this. Get him, Smoke. Yeah, go get that shit now. Get him. What you talking about? What? Yeah, fuck a big smoke. ഇയാൾക്കെന്തോ വട്ടുണ്ട് ഗൈസ്. അവൻ്റെ തലക്കെട്ടടിച്ചിട്ട് അവനെങ്ങാണ്ട് എണീറ്റ് വന്ന് അടിച്ച് കഴിഞ്ഞാൽ തീർന്നിട്ട്. ഇവൻ ഓടിക്കളഞ്ഞ അപ്പം സീനില്ല. ഓക്കെ, നമ്മുടെ ടീംസ് പുറകെ ഓടിയിട്ടുണ്ട് അവനെ പിടിക്കാൻ. CJ പോണു. ഇയാളിങ്ങനെ ഓടി. തളർന്ന പുള്ളി പൊട്ടൻ. ഇവൻ മതിലൊക്കെ ചാടി പോവാണല്ലോ. നമ്മളിനി ഇവൻ്റെ പുറകെ പോകണമല്ലേ. CJ എന്ത്? ഇവിടെ ഓർഡറാ. ഇവിടെ നിന്നിട്ട് എന്തിനാ? അവനെ പോയി പിടി. ഈ മതിലൊക്കെ ചാടണമാണ് ഏറ്റവും വലിയ പണി. ഈ കൂർത്തിരിക്കണ മതിൽ ഇവൻ എങ്ങനെ ചാടിക്കയറണ്ട? കൈ മുറിയത്തില്ല ഇവൻ്റെ. ഇല്ല, അവൻ്റെ ടീംസ് അവിടെ നമ്മളെ വെടിവെക്കണുണ്ട്. ഇത് വല്ലാത്ത കഷ്ടമാണ്. ഇല്ലേ പോണു. തോക്കെട്. എടാ തോക്കടാ. എടാ എടി അവൻ ദൂരത്ത് പോയി ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓർഡർ സ്റ്റാമിനയും തീർന്ന്. എന്ത് കഷ്ടമാണ്. അവനെ ഓടി. അവനവിടെ സ്റ്റക്കായി ഗൈസ്. എനിക്ക് തോന്നണം അവനെ അനങ്ങളില്ല. കൊല്ല് അവനെ വെടിവെച്ച് കൊല്ലടാ. അത്രേ ഉള്ളു. തീർത്ത് ഗൈസ്. ഇനി ഇവിടുന്ന് പോയേക്കാം. ഇനി ഇവിടെ അധികം നേരം നിൽക്കണ്ട, ശരിയല്ല. സ്മോക്ക് എന്തേ? പുള്ളി വീട്ടിൽ പോയെന്ന് തോന്നുന്നു. അയാൾ ആ വഴി മുങ്ങി ഗൈസ്. ഇങ്ങേരെയൊന്നും കൊണ്ട് ഒരു ഗുണമില്ല. വള്ളി പിടിച്ച് തരാന്നല്ലാണ്ട് വേറൊരു ഗുണമില്ല.
ഈ വഴി നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ 10 പെന്നി തുടക്കത്തിൽ കൊണ്ട് നമ്മളെ വലിച്ചെറിഞ്ഞ സ്ഥലമാണ്. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാ ഇനി? അന്നെ വിളിക്കണ്ടല്ലേ. നമ്മുടെ സ്മോക്കണ്ണനാ വിളിച്ചത്. പുള്ളിക്കാരൻ പറഞ്ഞ് വേഗം വീട്ടിലാട്ടിയല്ലേ, അടുത്തെന്തോ പണി തരാനാണ്. എനിക്കെങ്ങും മേലെ ഇനി അങ്ങോട്ട് ചെയ്യല്ലേ. പക്ഷെ പുള്ളി വിളിച്ചാൽ പോയാൽ പറ്റത്തുള്ളൂ കേസ്. അങ്ങനത്തെ ഒരാളാണ് പുള്ളി. ഒരു കാര്യം ചെയ്യാം, വണ്ടി ഈ വണ്ടി എടുക്കും. ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേടാ, ഇപ്പോൾ കൊണ്ടുവരും. നീ വീട്ടിലേക്ക് വന്നാൽ മതി, വണ്ടി ഞാൻ തരും. ഓക്കെ, നമുക്ക് നേരെ സ്മോക്കണ്ണൻ്റെ വീട്ടിലോട്ട് ചെല്ലാം കേസ്. ഓക്കെ കേസ്, നമ്മളങ്ങനെ സ്മോക്കിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ചെന്നിട്ട് പുള്ളീനെ കാണണം. എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കണ്ടേ. സ്മോക്കണ്ണോ പോയി. ദേ 10 പെന്നി. ഇയാൾക്ക് ഇവിടുന്ന് പോകാൻ നേരെയില്ലേ? ഇയാൾ ഏത് നേരം ഇവിടെയാണല്ലോ ഗൈസ്. ഇയാൾക്ക് എന്നെ പറ്റി എല്ലാം അറിയാന്നാ പറയണത്. ഇങ്ങനെ കൊണ്ട് ഭയങ്കര കഷ്ടമാണ് ഗൈസ്. എനിക്കിപ്പോൾ ഈ ലോസ് ആൻഡോസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവന്മാർ സ്റ്റാർ അടിക്കും എനിക്കിപ്പോൾ. അത് ഈ 10 പെന്നി എനിക്ക് വെച്ചേക്കണ ഒരു പണിഷ്മെൻറ്റ്. എന്തിനാണെന്നറിയത്തില്ല, ഞാൻ മുങ്ങുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. Bring deep, mention a little something that might put us deeper in the game. Alright, I'm down. Where to, Smoke? Unity Station. പുള്ളിക്കാരൻ എങ്ങോട്ടോ പോവാന്നാണ് ഈസ് പറഞ്ഞത്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. യൂണിറ്റി സ്റ്റേഷനിലേക്ക് ഡ്രൈവ് ചെയ്യാം. അവിടെ ചെന്നിട്ട് എന്തിനാണ്? What we looking for, Smoke? Some Vargas cats meeting some San Fierro reefer, cutting some kind of deal. San Fierro? I thought northern Mexicans don't mix with Los Santos SA. ഇവിടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, Look like them. അവന്മാരിവിടെ ഈ വാഗോസ് ഗ്യാങ്ങും പിന്നെ സാൻ ഫിയറോ എന്ന് പറയുന്ന സ്ഥലത്തെ ഗ്യാങ്ങും തമ്മിൽ ഇവിടെ എന്തോ മീറ്റിംഗ് നടക്കുക. നമ്മളവിടെ ചെന്നപ്പോഴേക്കും അവരുടെ മീറ്റിംഗ് കയറുന്നു. അവന്മാരതേ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമ്മളിനി ഈ ബൈക്ക് എടുത്തോണ്ട് ചെന്നിട്ട് ഈ ബൈക്ക് എടുത്തോണ്ട് ചെന്നിട്ട് അവന്മാരെ കൊല്ലണം കേസ്. സ്മോക്കെണ്ണം വെടിവെക്കും, ഞാൻ ഓടിക്കും. ഇതിലെ കൂടെ ചാടിയാലോ? അങ്ങനെയൊക്കെ കയറണവരുണ്ട് കേസ്, പക്ഷേ എനിക്കതറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഈ മിഷൻ എന്ന് പറഞ്ഞാൽ കുറേ പേരായിട്ട് കറക്കിയ മിഷനാണ്. ഞാൻ കുറേ ആണ് ഇത് കളിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ കുറേ തവണ കളിച്ചപ്പോൾ ശരിയായത്. പിന്നെ എടോ ഒന്ന് വെടിവെക്കടോ. അയ്യോ, ഒരു കാറ് പൊട്ടിത്തെറിക്കും. നമ്മളിത് പയ്യെ പോവാം. ഓക്കെ, നമ്മൾ നേരെ അങ്ങ് ഓടിച്ചെന്ന് ഈ ട്രെയിൻ ഇടിച്ചാൽ കാറ് പൊട്ടിത്തെറിക്കും. എടാ ഇയാൾ വെടിവെക്കണില്ലടാ. വെക്കടാ വെടി അവൻ്റെ നെഞ്ചത്ത്. ഒരുത്തൻ്റെ ശരിക്കും കൊള്ളണമുണ്ട് കേട്ടോ. മറ്റവനിട്ടും കൊണ്ടിട്ടുണ്ട്. എടോ വലിയ ഒരു ട്രെയിൻ വന്നി. ട്രെയിനൊന്നും നമുക്ക് സീനൊന്നുമില്ല. വെടി വെയ്യടോ. നമ്മളിങ്ങനെ ട്രെയിനിൻ്റെ ഫ്രണ്ടേ ഓടിക്കണം. അപ്പം പുള്ളിക്കാരന് കറക്റ്റായിട്ട് വെടിവെക്കാൻ പറ്റും. ഒരുത്തൻ്റെ തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. അവനെ എടോ വെടിവെച്ചിട്ടോ. ശരി, പറ്റിയ സമയമായിരുന്നു. ഇയാൾ പൊട്ടനാണ് ഇത്. ഇയാൾക്ക് വെടിവെക്കാൻ ഞാനെങ്ങനെ ആണായിരുന്നു. ഒന്ന് വേഗം വെടിവെക്കടോ. ഇതിലെ കൂടെ ഓടിക്കാൻ നല്ല പാടാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് വെടിവെക്കാൻ പറ്റും. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മാരങ്ങ് പോകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മിഷൻ ഫെയിലായി പോകും. ആ ഒരു ടണൽ കണ്ടോ, അത് കഴിഞ്ഞിട്ടാ. ഇപ്പം എത്ര പേര് എത്ത്? ഒരുത്തനും കൂടെ ഉള്ളു കേട്ടാ. കൊല്ലടാ അവനെ. എടാ ഒന്ന് വേഗം. പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു കേസ്. മിഷൻ ഫെയിലായി പോകും. ഇത് ഇവിടെ തീർന്നു ചോദിച്ചിട്ട് പോയി. കൊന്ന. പിന്നെ അല്ല, സ്മോക്കെണ്ണം കറക്റ്റ് ടൈമിൽ കൊന്നു കേട്ടാ. പുള്ളീനെ നമ്മൾ ഇത്ര നേരം കുറ്റം പറഞ്ഞു, പക്ഷേ പുള്ളിക്കാരൻ കൊന്നു. നമുക്കിനി നേരെ സ്മോക്കിൻ്റെ വീട്ടിലേക്ക് ഇടണം കേസ്. ബാക്കി പണിയൊക്കെ അവിടെയാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ ഒരു മിഷനും കൂടെ കഴിഞ്ഞ് നമ്മുടെ തീർന്നു. ഇനി അടുത്ത ദിവസം അടുത്ത മിഷനായിട്ട് നമ്മൾ എത്തും. അവിടെ ചെല്ലണം കേസ്. എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ സ്മോക്കെണ്ണ നല്ല പുകഴ്ത്തുവാണ് കേസ്. മഴ പെയ്യുന്നുണ്ട്, അതാണ്
CJ ആണെങ്കിൽ പെട്ടെന്ന് പനി വരുന്ന ടീമാണ്. കേസ് അങ്ങനെ മിഷൻ നമ്മൾ പാസ്സായിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പോയി കിടന്നുറങ്ങണം. ഈ മഴ അങ്ങോട്ടങ്ങനെ കയറി നിൽക്കാം കേസ്. മഴ തന്നെ. ഇയാളുടെ ഷെഡിന് എന്തോ ചോർച്ചയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്തേക്ക് വെള്ളം വീഴുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ തവണത്തെ ഫ്രീ ഫയറിൻ്റെ വീഡിയോയ്ക്ക് നമ്മുടെ വോയിസ് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. അത് മൈക്കിൻ്റെ ചെറിയ പ്രശ്നം കാണാൻ ഞാൻ മലപ്പുറം റെക്കോർഡ് ആക്കാഞ്ഞാണ് ഗൈസ്, പണി കിട്ടും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം ഗൈസ്. പിന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കാണുന്നവർ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഗൈസ്. ഫ്രീ ഫയറിൻ്റെ വീഡിയോയ്ക്ക് നമുക്ക് 4 പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.